രഘു, മഴ എത്ര വലിയ നാശമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്? സാധാരണ നിലയിൽ നമുക്കറിയാം ആലപ്പുഴയൊക്കെ പ്രതിസന്ധിയിലാവുന്നത് കാലവർഷം തുടങ്ങി ഒരു മാസം പിന്നിടുന്ന ഘട്ടത്തിലൊക്കെയാണ് നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ വേനൽ മഴയുടെ ഒരു എക്സ്റ്റൻഷനാണ് കാണുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയോ? അതെ അഭിലാഷ്, വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ആലപ്പുഴയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ച മഴ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തോർന്നത്. മാത്രമല്ല അതിശക്തമായ കാറ്റും വീശി അങ്ങനെ കാറ്റ് വീശിയപ്പോഴാണ് ഓലകെട്ടി സ്വദേശിയായ അരവിന്ദിൻ്റെ ദേഹത്തേക്ക് വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണത്. അദ്ദേഹം സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ഒപ്പം തന്നെ ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ വെള്ളം വരുന്നതാണ് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ കിഴക്കൻ വെള്ളത്തിൻ്റെ കാര്യമായ വരവില്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ നിലയിൽ വെള്ളം കയറുന്ന കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിലൊന്നും അത്ര കാര്യമായ വെള്ളമില്ല. പെയ്ത്ത് വെള്ളമുണ്ട്. അത് തോട്ടപ്പള്ളി പൊഴി വഴി ഒരു മിനിമം രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി, പെയ്ത്ത് മഴ അതിശക്തമായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദേശീയപാതയുടെ ഓരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില ഇടങ്ങളിലൊക്കെ 6 അടി വരെയാണ് ഹൈവേ പൊക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അത്ര പൊക്കത്തിൽ തന്നെ ഓടയും പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു മാറാനുള്ളൊരു സാഹചര്യമില്ല. അത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ആലപ്പുഴയുടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടതും വലതേക്കും നോക്കിയാൽ ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അത് കിഴക്കൻ വെള്ളമല്ല, മറിച്ച് ഈ പെയ്ത വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാതാണ്. കായംകുളത്തടക്കം നമ്മുടെ റിപ്പോർട്ടർ കണ്ണനായരുടെ വീട്ടിലൊക്കെ പ്രളയ സമയത്ത് പോലും വെള്ളം വരാത്തതാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. അത്തരത്തിൽ ഇതുവരെ വെള്ളം കയറാത്ത ഇടങ്ങളിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന ദുരവസ്ഥയാണുള്ളത്. മഴ അല്പം മാറി നിന്നെങ്കിലും രാത്രിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുൻപ് വരെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോഴും തുള്ളി തുള്ളി പെയ്യുന്നുണ്ട്. രാത്രിയിലും മഴയുണ്ട്. ഒപ്പം തന്നെ വലിയ കാറ്റും അടിക്കുന്നുണ്ട്. അതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു തീർച്ചയായും. അതായത് പെയ്ത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. അവിടെ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. എക്സസ് റെയിൻഫോൾ തന്നെയാണ് ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്.